സദാശിവസമാരംഭ ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പര. ആദരണീയരായ എല്ലാ പ്രേക്ഷകർക്കും സാദര നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു മാതൃക ഹിന്ദു കുടുംബത്തെക്കുറിച്ചാണ് പ്രതിപാദിച്ചത്. ഞാൻ സൂചിപ്പിച്ചിരുന്നു, ലോകോത്തരമായ ഭാരതീയ സംസ്കൃതിയുടെ അടിത്തറ കുടുംബ സംവിധാനത്തിലാണ്. ആ കുടുംബത്തിൽ ഒരു വീട്ടമ്മ അനുഷ്ഠിക്കേണ്ട കർത്തവ്യ കർമ്മം, അതാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ഈ ഉദ്യമത്തെ പ്രോത്സാഹിപ്പിക്കണം. ഒരു മാതൃക ഹിന്ദു കുടുംബം, അതിൻ്റെ പരമാധികാരി, ഒരു കുടുംബത്തിൻ്റെ പരമാധികാരി ആരാണ് എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും നമ്മൾ പറയും ഗൃഹനാഥനാണ്. യഥാർത്ഥത്തിൽ ഗൃഹനാഥനല്ല, വീട്ടമ്മയാണ് ഒരു വീടിൻ്റെ പരമാധികാരി എന്ന് എത്ര പേർക്കറിയാം? ഞാൻ കഴിഞ്ഞ ഭാഗത്ത് സൂചിപ്പിച്ചിരുന്നു, സാ ഗൃഹം ഗൃഹമുച്യതാം ഗൃഹിണി നിവസതേ യഥ. ഒരു വീട് വീടാകണമെങ്കിൽ ആ വീട്ടിലൊരു വീട്ടമ്മ ഉണ്ടാവണം. ആ വീട്ടമ്മ തൻ്റെ കർത്തവ്യകർമ്മം യഥാവിധി അനുഷ്ഠിക്കാനും തയ്യാറാവണം. ഇവിടെ പഞ്ചമഹാലയങ്ങൾ ചേരുന്ന ഒരു വീട്, അതിൽ രണ്ടാമത്തേതാണ് ദേവാലയം എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഏതൊക്കെയാണ് പഞ്ചമഹാലയങ്ങൾ? അത് മനുഷ്യാലയം, ദേവാലയം, വിദ്യാലയം, ആതുരാലയം, അതുപോലെ സ്നേഹാലയം. അതിൽ രണ്ടാമത് പറഞ്ഞ ദേവാലയം, നമുക്കൊരു ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കുവാൻ ആ തിരുമേനിക്ക് ഒരു അധികാര ചിഹ്നം കൊടുത്തിട്ടുണ്ട്, അതാണ് പൂണൂൽ. ഇതുപോലെ ഒരു അധികാര ചിഹ്നം നമ്മുടെ ദേവാലയമാകുന്ന വീട്ടിൽ അവിടുത്തെ ആധ്യാത്മിക കർമ്മ പദ്ധതികൾ നടത്താൻ, 2 സന്ധ്യകളിലും നിലവിളക്ക് കൊളുത്തുവാനും സന്ധ്യാനാമ ജപാതി കർമ്മങ്ങളൊക്കെ നടത്തുവാനും നേതൃത്വം കൊടുക്കുന്ന വീട്ടമ്മയ്ക്ക് ഇതുപോലെ ഒരു അധികാര ചിഹ്നം കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ അധികാര ചിഹ്നം എന്ന് ചോദിച്ചാൽ പലരും ഒറ്റ വാക്കിൽ പറയും താലിയാണ് എന്ന്. യഥാർത്ഥത്തിൽ താലിയല്ല. നമ്മുടെ അമ്മമാര് സാരി ഉടുത്തിട്ട്, സെറ്റ് ഉടുത്തിട്ട്, തുമ്പ് ഉത്തരീയ രൂപത്തിലാണ് ധരിക്കുന്നത്. അത് വെറുതെ അല്ല അങ്ങനെ ധരിക്കുന്നത്. അതിനും നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ ഒരു രഹസ്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ശിരസ്സു ഭാഗം അത് വടക്കും, പാദം തെക്കും, വലതുഭാഗം പടിഞ്ഞാറും, ഇടതുഭാഗം കിഴക്കുമാണ്. എല്ലാവർക്കും അറിയാം. ഒരു മാപ്പെടുത്ത് നോക്കിയാലും നമുക്ക് അങ്ങനെ തന്നെ മനസ്സിലാവും. നമ്മുടെ വലതുഭാഗത്തെ അരക്കെട്ട്, അതായത് ഇത് തെക്കു പടിഞ്ഞാറേ കോണാണ്. ഇടത് തോള് അത് വടക്ക് കിഴക്കേ കോണാണ്. തെക്കു പടിഞ്ഞാറേ കോൺ എന്ന് പറയുന്നത് കന്നിക്കോണാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അതുപോലെ വടക്ക് കിഴക്കേ കോണോ ഈശാന കോണുമാണ്. കന്നിക്കോൺ അത് ഗണപതിയുടെ സ്ഥാനമാണ്. അതുപോലെ ഈശാനകോൺ അത് ശിവന്റെ സ്ഥാനവുമാണ്. ഗണപതിയെങ്കിൽ നിന്ന് ശിവങ്കലേക്കുള്ള പ്രയാണമാണ് ഉത്തരീയ ധാരണത്തിന്റെ രഹസ്യം എന്ന് അറിയാവുന്ന എത്ര പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ? അപ്പോൾ ഇതാണ് ഉത്തരീയ ധാരണത്തിന്റെ രഹസ്യവും. ഇങ്ങനെ അധികാര ചിഹ്നമുള്ള ഒരു വീട്ടമ്മ
എല്ലാവരും ഉണരുന്നതിന് മുമ്പ് ഉണരണം എന്നാണ് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നത്. വീട്ടിൽ അവിടെ ആ വീടിൻ്റെ ശരിക്കും വിളക്ക്, ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ് വീട്ടമ്മ. അത് ഞാൻ തുടക്കത്തിലെ സൂചിപ്പിച്ചിരുന്നു. വിവാഹം കാര്യത്തെക്കുറിച്ച് പ്രതിപാദിച്ചപ്പോൾ ഒരു ലക്ഷ്മി സ്വരൂപമാണ് നമ്മുടെ വീട്ടിൽ ആ ഗ്രഹനായിക എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ ഈ വീട്ടമ്മ എല്ലാവരും ഉണരുന്നതിനു മുമ്പ് ഉണരണമെങ്കിൽ, എല്ലാവരും ഏത് സമയത്താണ് ഉണരേണ്ടത്? കുറഞ്ഞത് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നത് ബ്രഹ്മമുഹൂർത്തത്തിന് മുമ്പെങ്കിലും ഉണരണമെന്നാണ്. ഏതാ ബ്രഹ്മമുഹൂർത്തം? നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നത് സൂര്യോദയത പൂർവ മുഹൂർത്തോ രൗദ്രമുച്ചതേ തസ്മാത് പൂർവ മുഹൂർത്തോസ്തു ബ്രഹ്മമിത്യവിധീയത എന്നാണ്. സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ടു മുമ്പ് രൗദ്രം എന്ന മുഹൂർത്തമുണ്ട്. അതിനു മുമ്പുള്ള മുഹൂർത്തമാണ് ബ്രഹ്മമുഹൂർത്തം. ഈ സമയത്തെങ്കിലും കേരളത്തിൻ്റെ സമ്പ്രദായം അനുസരിച്ച് ഏകദേശം ഉദയത്തിന് 48 മിനിറ്റ് മുമ്പ് എന്ന് പൊതുവെ ധരിച്ചു വച്ചിരിക്കുന്നു. ഈ സമയത്തെങ്കിലും ഉണരണം. വീട്ടമ്മ അതിനു മുമ്പ് ഉണരണമെന്നാണ് പറയുന്നത്. മറ്റുള്ളവരുടെ കാര്യം അങ്ങനെ ഉണർന്ന് തൻ്റെ ഓരോരുത്തരും അവരവരുടെ കർത്തവ്യ കർമ്മങ്ങൾ നിർവഹിക്കാൻ തയ്യാറാവണം. ബ്രഹ്മമുഹൂർത്തത്തിന് മുമ്പ് ഉണരണമെങ്കിൽ എപ്പോഴായിരിക്കും കിടക്കേണ്ടത്? അതുപോലെ കിടക്കുന്നത് നിൽക്കട്ടെ, ഭക്ഷണം കഴിക്കേണ്ടത് എപ്പോഴായിരിക്കും? ഇതൊക്കെ നമുക്ക് പലപ്പോഴും സംശയമുളവാക്കുന്ന കാര്യമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആലത്തൂർ നമ്പിയെക്കുറിച്ച്. അഷ്ടവൈദ്യന്മാരിൽ ഒരാളാണ് ആലത്തൂർ നമ്പി. പ്രശസ്തനായ ആയുർവേദ വിദഗ്ധനാണ്. അദ്ദേഹം ഒരിക്കൽ ആലത്തൂര് ഹനുമാൻ ക്ഷേത്രത്തിന് മുമ്പിലുള്ള ഒരാൽത്തറയിൽ അദ്ദേഹം വിശ്രമിക്കുമ്പോൾ 2 കിളികൾ ആലിന് മുകളിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുകയാണ്. ആൺകിളിയും പെൺകിളിയുമാണ്. അവർ ഭാര്യ ഭർത്താക്കന്മാരാണ്. ആൺകിളി പെൺകിളിയോട് ചോദിച്ചു, ഒരു മനുഷ്യൻ പൂർണ്ണ ആരോഗ്യവാനായി ജീവിക്കുവാൻ എന്തൊക്കെയാണ് വേണ്ടത്? അപ്പോൾ പെൺകിളി പറഞ്ഞു, അങ്ങ് പറയൂ, ഞാൻ കേൾക്കട്ടെ. ആൺകിളി പറഞ്ഞു, ഞാനല്ലേ നിന്നോട് ചോദ്യം ചോദിച്ചത്, നീയല്ലേ പറയേണ്ടത്. അപ്പോൾ പെൺകിളി പറഞ്ഞു, എനിക്കറിയാമെങ്കിൽ ഞാൻ പറയുമല്ലോ, അതുകൊണ്ട് അങ്ങ് പറയൂ. ഇവര് പരസ്പരം ഈ സംഭാഷണം നടത്തുന്നത് താഴെ ആൽത്തറയിലിരിക്കുന്ന ആലത്തൂർ നമ്പിയെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. കാരണം ആലത്തൂർ നമ്പിക്ക് കിളികളുടെ ഭാഷ അറിയാം. ഇത് കേട്ടുകൊണ്ടിരുന്ന നമ്പി ഒരു ശ്ലോകം ചൊല്ലി. ശ്ലോകം ഇതായിരുന്നു: കാലേ ഹിത മിത ഭോജി കൃതചംക്രമണേ വാമശൈ അവിദ്രുതം മൂത്രപുരീഷ ശ്രീഷു യഥാത്മായോ നരസ്യോരു. ഇങ്ങനെ അദ്ദേഹം ഒരു ശ്ലോകം ചൊല്ലി. ഈ ശ്ലോകത്തിന്റെ അർത്ഥം കാലേ ഹിതമിത ഭോജി. കാലേ എന്ന് പറഞ്ഞാൽ യഥാസമയം ശരീരത്തിന് ഹിതമായ ഭക്ഷണം മിതമായ തലത്തിലേക്ക് കഴിക്കാവൂ. ശരീരത്തിന് ഹിതമായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ രുചികരമായ ഭക്ഷണമെന്നല്ല, ശരീരത്തിന് യുക്തമായ ഭക്ഷണം അത് മിതമായ തലത്തിലേക്ക് കഴിക്കാവൂ. കാരണവന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, അമിതമായാൽ അമൃതും വിഷമാണ്. അപ്പോൾ ആയുർവേദത്തിൽ പറയുന്നത് അരവയറ് ഭക്ഷണമേ ആകാവൂ, ഭക്ഷണക്രമമാണ്. 1/4 വയറ് വെള്ളം, 1/4 വയറ് വെറുതെ കിടക്കണമെന്നാണ്. നമ്മളോ മുഴുവയറ് ഭക്ഷണം, വെള്ളം കുടിക്കാൻ ഇടയുണ്ടാവില്ല. ഫുൾ ടാങ്ക് തട്ടിയിട്ട് നമ്മൾ വേണമെങ്കിൽ വെറുതെ കിടക്കും. ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ അങ്ങനെ ഭക്ഷണക്രമത്തിൽ പോലും ഈ കൃത്യത അത് നമ്മൾ പാലിക്കണം. രണ്ടാമത്തേതാണ് കൃതചംക്രമണേ വാമശൈ. കൃതം എന്ന് പറഞ്ഞാൽ രക്തം. നമ്മുടെ രക്തചംക്രമണ വ്യവസ്ഥ, അതായത് ബ്ലഡ് സർക്കുലേഷൻ ക്രമപ്പെടുത്തുവാൻ ഒന്നുകിൽ മലർന്നു കിടക്കണം, അല്ലെങ്കിൽ ഇടതുവശം ചെരിഞ്ഞു കിടക്കണം എന്നാണ് പറയുന്നത്. അതിന് ചില പ്രത്യേകതകളുണ്ട്, ഞാൻ പിന്നീട് അത് സൂചിപ്പിക്കാം. മൂന്നാമത്തേതാണ്
അവിദ്രുത മൂത്രപുരീഷ, മലമൂത്ര വിസർജനം യഥാസമയം നിർവഹിക്കണം. ഇപ്പോഴാണ് മെഡിക്കൽ സയൻസ് ആ രഹസ്യം കണ്ടുപിടിച്ചത്. മനുഷ്യന്റെ വിസർജ്യത്തിൽ, പ്രത്യേകിച്ചും മൂത്രത്തിൽ, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, അതുപോലെ യൂറിയ തുടങ്ങി ധാരാളം രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. യഥാസമയം മലമൂത്ര വിസർജനം നിർവഹിക്കാൻ കഴിയാതെ വന്നാൽ ഇത് ബ്ലഡിൽ കലരും, ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ടാക്കും. എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ആയുർവേദാചാര്യൻ ആലത്തൂർ നമ്പി പറഞ്ഞ രഹസ്യം ഇന്നും ശാസ്ത്രാതീതമായി നിലനിൽക്കുന്നു. അതാണ് ഞാൻ സൂചിപ്പിച്ചതിന്റെ അടിസ്ഥാന കാരണം. നാലാമത്തേതാണ് സ്ത്രീഷു യഥാത്മാ യോ നരസ്യോരു. അമിതമായ സ്ത്രീ സംഘം ഒരാൾ ഒഴിവാക്കണം. ഇത്രയും കാര്യങ്ങൾ ശരിയായ തലത്തിൽ ശ്രദ്ധിച്ചാൽ ഒരു മനുഷ്യന് പൂർണ്ണ ആരോഗ്യവാനായി ജീവിക്കാൻ കഴിയും എന്ന് ആലത്തൂർ നമ്പി പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെയാണ് ഒരു കുടുംബത്ത്, ആ കുടുംബത്തിൻ്റെ ജീവിതക്രമം, അവിടെ ഓരോരുത്തരും അനുഷ്ഠിച്ചു പോകേണ്ട കർമ്മങ്ങൾ, അതേക്കുറിച്ച് അടുത്ത ഭാഗത്ത് നമ്മൾ വിശദമായി പ്രതിപാദിക്കുന്നുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത് ഈ ഉദ്യമത്തെ പ്രോത്സാഹിപ്പിക്കണം. എല്ലാവർക്കും സാദര നമസ്കാരം.